കൊല്ലങ്കോട് മൺസൂൺ ഫെസ്റ്റിന് തുടക്കമായി. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കർഷകരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ആത്മാ പദ്ധതിയുടെ കീഴിൽ മൺസൂൺ ഫെസ്റ്റ് 2 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. ഫാം ടൂറിസം അഥവാ അഗ്രി ടൂറിസം സംസ്ഥാനത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന മേഖലയായതിനാൽ വിനോദസഞ്ചാരവും കൃഷിയും കോർത്തിണക്കിയുള്ള പരിപാടിയാണിത്. ഫെസ്റ്റിന്റെ ഭാഗമായി ബ്ലോക്ക് തല ഞാറ്റുവേല ചന്തയും കർഷക സഭ ക്രോഡീകരണവുമുണ്ടായി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. കാർഷിക മേള കെ പ്രേമൻ MLA ഉദ്ഘാടനം ചെയ്തു. മഴയും അതോടൊപ്പം തന്നെ അതികഠിനമായ ചൂടും അതുപോലെ കാലാവസ്ഥയിലുണ്ടാവുന്ന ഇടയ്ക്കിടെ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളുമെല്ലാം ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് 140 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് അന്നം മുട്ടുന്ന കർഷകനെയാണ് എന്ന് പറഞ്ഞാൽ ഒരു അതിശക്തിയുണ്ടോ? ഏതൊരു കൃഷി ചെയ്യുന്ന കർഷകനും കാലത്ത് പോയി വൈകുന്നേരം ഉൽപ്പന്നവുമായി വരാൻ കഴിയില്ല. ഒരു മണി അരിയുണ്ടാകണമെങ്കിൽ എത്ര ദിവസം ഒരു മണിയായി കൺഫ്യൂഷൻ ആയില്ലേ? 120 ദിവസം ഒരു മഹർഷിയെ പോലെ തപസ്സിരുന്നാലാണ് ഒരു മണി അരി ഉത്പാദിപ്പിക്കാൻ പറ്റുക അല്ലേ? ഈ ലോകത്തെ മുഴുവൻ വിസ്മയങ്ങളും നമ്മുടെ വിരൽ മുമ്പിലേക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയാവുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഇന്ന് കർഷകന്റെ അവസ്ഥ ദയനീയമാണ്. ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് മറ്റേ MLA എന്താണ് അപ്പൊ ഇങ്ങനെയൊക്കെ രാഷ്ട്രീയം പറഞ്ഞെന്ന് തോന്നുന്ന ഞാൻ യാഥാർത്ഥ്യങ്ങളാണ്. ഇന്ത്യ രാജ്യത്ത് കർഷകർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ സബ്സിഡി എന്ന് പറയുന്നത് തുലവും പരിമിതമാണ്, നാമമാത്രമാണ്. അല്ലാതെ അഭിപ്രായമുള്ളവർക്ക് അറിയാം. ലോകത്തെ ഏറ്റവും കുറഞ്ഞ സബ്സിഡി സൗജന്യം നൽകുന്ന കാർഷിക മേഖലയ്ക്ക് സൗജന്യം നൽകുന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്. മേളയോടനുബന്ധിച്ച് കാർഷിക സെമിനാറുമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ജയപ്രകാശ് അധ്യക്ഷയായി. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആറുമുഖ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ആത്മാ പ്രോജക്ട് ഡയറക്ടർ VK ഭാഗ്യവതി പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K സിയാവുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് C അശ്വതിദാസ്, C വിൻസി, A ബാബു, B ചിത്ര, V മുരുകദാസ്, M ഷാനി എന്നിവർ പ്രസംഗിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിത സാമുവൽ സ്വാഗതവും കൃഷി ഓഫീസർ B ജ്യോതി നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.